പിള്ളേർക്കൊരു കിളിക്കൂട് ചെയ്യണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കടയിലെത്തി ഒരു മെഷ് വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം വില കുറവ്, മീറ്ററിന് 250 രൂപ വിലയുള്ള വെൽഡിംഗ് മെഷ് അല്ല, അതിനേക്കാളും കട്ടി കുറഞ്ഞ ഒരു മെഷ് വാങ്ങിച്ചു. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കിളിക്കൂട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചെയ്യുന്ന രീതി വളരെ സിമ്പിളാണ്. ഈ കാണുന്ന രീതിയിൽ മടക്കി ജോയിൻറ്റ് ചെയ്താണ് വയ്ക്കുന്നത്. വെൽഡ് ചെയ്ത് പ്രത്യേകിച്ച് ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള അളവിൽ നെറ്റിനെ മടക്കി ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഭാഗങ്ങളെല്ലാം പ്ലെയർ വെച്ച് തന്നെ കട്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കണ്ട് എൻ്റെ പിള്ളേരെ സൂപ്പറായിട്ട് കൂടെ എടുത്ത് പൊക്കും. ഒരു ഫ്രെയിമോ ഒന്നുമില്ലാതെ വെറും നെറ്റ് വെച്ച് മാത്രം ചെയ്ത ഒരു കൂടാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കിളിയെ ഇടാൻ വേണ്ടി പോകുന്നത്. കുറേ ദിവസം കൊണ്ട് മക്കളെല്ലാവരും കൂടെ കിടന്നുകൊണ്ട് കിളി വാങ്ങിച്ച് അപ്പാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിളിയൊക്കെ വാങ്ങുന്നു. പണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് കിളി ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്ന കുറേ ചട്ടികളും കിളിക്കിരിക്കാനുള്ള കമ്പുകളും അങ്ങനെ കുറേ ഐറ്റങ്ങളും. അപ്പോൾ ഇതൊക്കെ തന്നെയാണെന്ന് കഴുകി പറക്കി എടുത്തിൻ്റെ കൂട്ടിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴുകി പറക്കി സെറ്റ് ചെയ്ത് 2 കലം വച്ചിട്ടുണ്ട്. പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ ഐറ്റങ്ങളൊക്കെ വാരി ആ കിളിക്കൂട്ടിനകത്തോട്ട് അങ്ങോട്ട് വാരി പറക്കി സെറ്റൊക്കെ ചെയ്തു. തെന ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു ബോട്ടിലിൽ കുറച്ച് വെള്ളവും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിളിയെ വാങ്ങണേ. അത് കിളിയെ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കിളിക്കൊക്കെ അത്യാവശ്യം ഭയങ്കര വിലയുള്ള ഒരു സമയമാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ വളർത്തിയിരുന്ന ഒരു സമയത്ത് ഒരുപാട് കിളികൾ എൻ്റെ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മുടെ സാധാ ലവ് ബേഡ്സ് ബഡ്ജീസ് അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വില എന്ന് പറഞ്ഞാൽ ഒരു 300-350 രൂപ റേഞ്ചായിരുന്നു. ഇന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ 450 രൂപ ഒരു പെയറിന്. എന്തായാലും പിള്ളേരുടെ ഒരു ആഗ്രഹമില്ലേ, അടുത്തുള്ള കടയിൽ നമ്മൾ നേരെ ഒരു ജോഡി സാധാ നമ്മുടെ ലവ് ബേഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ബഡ്ജീസ് എന്നാണ് അതിൻ്റെ ശരിക്കും, ആസ്ട്രേലിയൻ പാരറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ ഒരു ജോഡി വാങ്ങിച്ചു നേരെ കൂട്ടിൽ കൊണ്ടുവന്ന് വച്ച് കൂട്ടിനകത്ത് വെച്ച് തന്നെ തുറന്നു വിടാൻ പോവുകയാണ്. അതിൻ്റെ സ്റ്റിക്കറൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ കിളികൾ. അപ്പോൾ ഇത് മെയിൽ, ഈ കാണുന്ന ഇത് മെയിലാണ്. അപ്പോൾ അടുത്ത് ഈ കളർ, അതിൻ്റെ താഴെയായിട്ട് കാണുന്ന മഞ്ഞ കളറിലിരിക്കുന്നതാണ് ഫീമെയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കിളിക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.